ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം സഖാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. സ്വാമി തൃപാദങ്ങൾ രചിച്ച ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയില് 8ാമത്തെ അധ്യായത്തിൽ പഞ്ചമഹായജ്ഞവും ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെക്കുറിച്ചും സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്നു. 209ാമത്തെ ശ്ലോകത്തില് ഗൃഹസ്ഥാശ്രമിയുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച് ഗുരുദേവൻ പറയുകയുണ്ടായി. ആഗർഭ ശിശോഹോ അന്ത്യശയ്യാശയജനാത്, ആഗർഭ ശിശോരന്ത്യശയ്യാശയജനാത് എന്ന് 209 ശ്ലോകത്തിലുണ്ട്. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെത് തൊട്ട് പ്രായമായി ശയ്യാവലംബിയായി മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വയോവൃദ്ധന്റെ അടക്കം സേവനത്തിൽ ഗൃഹസ്ഥാശ്രമി തൽപരനായിരിക്കുമെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന്റെ പ്രവർത്തന മേഖല വളരെ വ്യാപകമാണ്. ഓരോ ആശ്രമത്തിനും ഓരോ പ്രവർത്തന മേഖലയുണ്ട്. സന്യാസാശ്രമത്തിന് പ്രവർത്തന മേഖലയുണ്ട്, പക്ഷെ അത് അല്പമേ ഉള്ളൂ. ബ്രഹ്മചര്യാശ്രമത്തിനും പ്രവർത്തന മേഖലയുണ്ട്, അത് വിദ്യാഭ്യാസ കാലഘട്ടം വരെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഗൃഹസ്ഥാശ്രമിയുടെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭം തൊട്ട് മരണം വരെ എന്ന് പറഞ്ഞാൽ ജീവിത പര്യന്തം തന്നെയും തൻ്റെ കുടുംബത്തെയും അതേപോലെ തന്നെ ഈ സമൂഹത്തെയും നിരന്തരം സേവിക്കുക എന്നുള്ളത് ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമാണ് എന്ന് ഗുരു 209 ശ്ലോകത്തിൽ പറഞ്ഞു. അതിനുശേഷം സമുദായത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥ സമ്പാദനത്തിൻ്റെയും കാര്യത്തിനു വേണ്ടി ഗൃഹസ്ഥാശ്രമി പ്രയത്നിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും പറയുകയാണ് ശ്ലോകം 211. ബ്രഹ്മചര്യം ച സന്യാസ ശ്രദ്ധാവത് പര്യവേഷണേ ഗൃഹസ്ഥസ്യാവതിഷ്ഠേത ഭൂയ ശ്രേയസ്കരാഹുഭോ എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സാമൂഹിക ഘടനയിൽ 4 ആശ്രമങ്ങളാക്കി തരംതിരിച്ചിരിക്കുന്നു. ഈ 4 ആശ്രമങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. അതിൽ വാനപ്രസ്ഥാശ്രമത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ലെന്ന് ഗുരുദേവൻ നേരത്തെ പറഞ്ഞു. ഈ ശ്ലോകത്തിന്റെ താല്പര്യം എന്നുള്ളത് ഗൃഹസ്ഥാശ്രമിയുടെ സ്വധർമാചരണത്താൽ ബ്രഹ്മചര്യാശ്രമവും സന്യാസാശ്രമവും വീണ്ടും ശ്രേയസ്കരങ്ങളായിട്ട് തീരുന്നു. ഒരു ഗൃഹസ്ഥാശ്രമി തൻ്റെ ധർമ്മത്തെ മാത്രം ആചരിക്കുകയാണെങ്കിൽ മറ്റ് 2 ആശ്രമങ്ങൾക്കും അത് കരുത്ത് പകരും എന്ന് പറയുന്നു. നമ്മൾ ചിന്തിച്ചാൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്നത് വിദ്യാർത്ഥി കാലഘട്ടമാണ്. ഒരു വിദ്യാർത്ഥിക്ക് അധ്യയനം ചെയ്യണമെങ്കിൽ പണ്ടത്തെ കാലമായാലും ഇന്നത്തെ കാലമായാലും ധനം ആവശ്യമാണ്. ആ ധനം എവിടുന്ന് വരും? കാരണം ആ വിദ്യാർത്ഥി സ്വയം ജോലി ചെയ്ത് പഠിക്കുക എന്നുള്ളത്
പ്രായോഗികമായിരുന്നില്ല. ഇന്നത്തെ കാലത്തായാലും പൂർണ്ണമായിട്ടും ജോലി ചെയ്ത് വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. നമുക്ക് ഒരു അല്പസമയമൊക്കെ ജോലിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞേക്കാം. എങ്കിൽ കൂടിയും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പൂർണ്ണ ശ്രദ്ധ സ്വാധ്യായത്തിന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നതിനാൽ ജീവിത നിർവ്വാഹനത്തിന് ആവശ്യമായ ധനം എങ്ങനെ സമാഹരിക്കും? വിദ്യാർത്ഥികൾ ഗുരുകുലത്തിൽ പോകണം, അവിടെ താമസിക്കണം, ആചാര്യന് ദക്ഷിണ കൊടുക്കണം. ഈ ആശയം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള വിദ്യാഭ്യാസത്തിന്റെ ചെലവുമായിട്ട് താരതമ്യം ചെയ്താൽ മതി. അപ്പൊ വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഗൃഹസ്ഥാശ്രമിയാണ്. ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമ സിസ്റ്റം ഉണ്ട്. ആ ആശ്രമ സിസ്റ്റത്തിന് പോലും താങ്ങായി നിൽക്കുന്നത് ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ്. പണ്ടത്തെ കാലത്തിൽ ഗുരുകുലത്തിൽ വസിക്കുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ അന്നപാനീയങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഗൃഹസ്ഥാശ്രമിന്റെ അടുത്തേക്ക് ഭിക്ഷയ്ക്ക് വേണ്ടി പോകും. ഗൃഹസ്ഥാശ്രമികൾ അത് സന്തോഷപൂർവ്വം ഭിക്ഷയായിട്ട് അവർക്ക് വേണ്ടുന്ന അന്നപാനാദികള്, വസ്ത്രങ്ങള്, മറ്റ് ധനദ്രവ്യങ്ങൾ എല്ലാം നൽകും. അതെല്ലാം അവർ തിരിച്ച് ഗുരുകുലത്തില് ആചാര്യന് സമർപ്പിക്കുന്നു. ആചാര്യനും വിദ്യാർത്ഥികളും അങ്ങനെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ആ ഗുരുകുലത്തിന്റെ കാര്യക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ഗൃഹസ്ഥാശ്രമങ്ങൾ ഇല്ലെങ്കിൽ നിശ്ചയമായിട്ടും ബ്രഹ്മചര്യാശ്രമം എന്നുള്ളത് ഒരിക്കലും മുന്നോട്ട് പോകില്ല. കാരണം ബ്രഹ്മചര്യാശ്രമം വാസ്തവത്തിൽ മറ്റ് 3 ആശ്രമങ്ങളിലേക്കും പോകാൻ സന്നദ്ധരായ ആളുകളെ വാർത്തെടുക്കുന്ന പ്രാഥമിക ആശ്രമം കൂടിയാണ്. ആ പ്രാഥമിക ആശ്രമം നിലനിന്നില്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി താറുമാറാണ്. അതുകൊണ്ട് ആ സാമൂഹിക വ്യവസ്ഥിതിയെ താങ്ങി നിർത്തുന്നത് തീർച്ചയായും ഗൃഹസ്ഥാശ്രമികൾ തന്നെയാണ്. ഇവിടെ പറഞ്ഞു ശ്രേയസ്കരാവുഭൗ, 2 ആശ്രമങ്ങൾക്കും ഗൃഹസ്ഥാശ്രമികൾ ഒരു ആധാരമായി വർത്തിക്കുന്നു പറഞ്ഞു. അതേപോലെ തന്നെയാണ് സന്യാസാശ്രമം. കാരണം സന്യാസാശ്രമം എന്നുള്ള സിസ്റ്റം എന്തിനാണ് ഇവിടെ ഋഷീശ്വരന്മാർ കൽപ്പിച്ചുണ്ടാക്കിയത്? നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ്. സമൂഹത്തിൽ ഒരുപാട് ധനമുണ്ട്, സമൂഹത്തിലെ ആളുകൾ വലിയ വലിയ പദവികളിൽ വിരാജിക്കുന്നു, ഇവിടെ ഭരണ വ്യവസ്ഥിതിയുണ്ട്, എല്ലാമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും ഈ സമൂഹം വ്യവസ്ഥാപിതമായി ശാന്തമായി ഇന്ന് കാണുന്ന രീതിയിൽ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഘടകങ്ങൾ ഒന്നും തന്നെ പര്യാപ്തമല്ല. മറിച്ച് ഇവിടെ ധർമ്മം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്നത്. ധർമ്മത്തെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ എത്ര ധനമുണ്ടെങ്കിലും എന്തൊക്കെ മനുഷ്യന് ആർജിച്ചുണ്ടെങ്കിലും അതൊന്നും സമൂഹത്തിന്റെ ശാന്തപൂർണമായ സ്ഥിതിക്ക് കാരണമാകുന്നില്ല. അപ്പൊ ധർമ്മം നിലനിന്നേ പറ്റും. ധർമ്മം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ധർമ്മം നിലനിൽക്കുന്നത് ധർമ്മത്തിന്റെ ആശയത്തെ, എന്താണ് ധർമ്മം എന്നുള്ള ആശയത്തെയും ആ ധർമ്മം എപ്രകാരം അനുഷ്ഠാനത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കും ആ വ്യക്തി നിലനിൽക്കുന്ന കുടുംബ ജീവിതത്തിലേക്കും അനേക കുടുംബങ്ങൾ നിലനിൽക്കുന്ന സാമൂഹ്യ ജീവിതത്തിലേക്കും ആ ധർമ്മത്തെ അനുഷ്ഠാനത്തിലൂടെ, ആചരണത്തിലൂടെ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ധർമ്മ വ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കൂ. അങ്ങനെ ധർമ്മ വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ നിരന്തരം ഈ ധർമ്മത്താൽ പ്രേരിതരായി ധർമ്മത്തെ സമാജത്തിലേക്ക്, സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടാകണം. നമ്മൾ പറഞ്ഞു ഗൃഹസ്ഥാശ്രമികൾക്ക് അവരുടെ കുടുംബത്തെ പരിപാലിക്കണം. കുടുംബത്തെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്ലിഷ്ടമായ കാര്യമാണ്. ആ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും സമാർജിക്കണം. ആ കുടുംബത്തിന്റെ ശാന്തതയെ, ഭദ്രതയെ നിലനിർത്തണം. അതിൻ്റെ കൂടെ ബ്രഹ്മചര്യാശ്രമം, സന്യാസാശ്രമം തുടങ്ങിയ ആശ്രമ വ്യവസ്ഥിതികളെയും ഒരു ഗൃഹസ്ഥാശ്രമി പരിപാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയുടെ ചുമലിൽ വലിയ ഭാരമുണ്ട്, കർത്തവ്യത്തിന്റെ ഭാരമുണ്ട്. വാസ്തവത്തിൽ ഭാരമല്ല, എങ്കിൽ കൂടി ആലങ്കാരികമായിട്ട് പറയുകയാണ് കർത്തവ്യത്തിന് വലിയൊരു ഭാരമുണ്ട്. ഈ കർത്തവ്യത്തിന്റെ വലിയ ഭാരമുള്ളതിനാൽ പൂർണ്ണസമയം തന്റെ കുടുംബകാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പൂർണ്ണസമയം ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സമാജത്തിലെ, സമൂഹത്തിലെ ധർമ്മത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയും മുന്നിട്ടിറങ്ങാൻ
ഒരു പക്ഷേ ഗൃഹസ്ഥാശ്രമിക്ക് സാധിച്ചു എന്ന് വരില്ല. അദ്ദേഹം ചെയ്യും, പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായും കുടുംബത്തെ മാറ്റിവെച്ചുകൊണ്ട് ദിവസങ്ങളോളം ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് ധർമ്മ സന്ദേശത്തെ പ്രചരിപ്പിക്കാൻ സാധിക്കുമോ? ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ കൂടുതൽ ഗൃഹസ്ഥാശ്രമിക്ക് സാധിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ധർമ്മത്തിന്റെ പ്രചരണം ക്രമേണ ക്രമേണ കുറയും, ലുപ്തമായിട്ട് വരും. അങ്ങനെ പ്രചരണം കുറയുകയാണെങ്കിൽ ജനങ്ങളിൽ ക്രമേണ അധാർമിക വൃത്തി ഉടലെടുക്കും. അത് വീണ്ടും സമൂഹത്തിന്റെ ആ വ്യവസ്ഥിതിയെ താറുമാറാക്കും. അതുകൊണ്ട് പൂർണ്ണ സമയം ധർമ്മപ്രചരണ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനവിഭാഗം ഉണ്ടാകണം എന്ന ആചാര്യന്മാരുടെ ഒരു സങ്കല്പത്തിന്റെ ഫലമായി ഉണ്ടായ ആശ്രമ വ്യവസ്ഥിതിയാണ് സന്യാസാശ്രമം. സന്യാസിയുടെ കർത്തവ്യം എന്ന് പറയുന്നത് ആ സന്യാസി സ്വധർമ്മത്തിൽ വർത്തിക്കുകയും അതേസമയം ഉദ്ദിശ്യ ജഗതാഹിതം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ ഹിതത്തിനു വേണ്ടി ബ്രഹ്മവിത്ത് വർത്തിക്കുന്നു എന്ന് പറയും. ഇപ്പൊ ലോകത്തിന്റെ ഹിതത്തിനു വേണ്ടി പൂർണ്ണ സമയം വർത്തിക്കുന്ന സന്യാസിമാര് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരായത് കൊണ്ട് തന്നെ ആ മനുഷ്യന്മാർക്ക് അടിസ്ഥാനപരമായ ജീവിത നിർവഹണ സാഹചര്യങ്ങൾ ഉണ്ടാകണം. അവർക്കും താമസിക്കണം, അവർക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കഴിക്കണം, അവർക്കും സഞ്ചരിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം, ധർമ്മ പ്രചരണത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം. പക്ഷെ അവര് ജോലി ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ധനത്തെ ആർജിക്കുന്നില്ല. പൂർണ്ണ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഗൃഹസ്ഥാശ്രമികളുടെ കർത്തവ്യമാണ് ഈ സന്യാസാശ്രമത്തെ, പൂർണ്ണ സമയം ധർമ്മത്തെ ചലിപ്പിക്കുവാൻ വേണ്ടി നിയുക്തരായ സന്യാസ ആശ്രമത്തെ അതിനെ നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഭാരതത്തിൽ ഇന്നും വളരെ വ്യാപകമായിരിക്കുന്ന, അനേക സമ്പ്രദായങ്ങളാൽ വ്യാപകമായിരിക്കുന്ന സന്യാസ ധർമ്മം, സന്യാസ ആശ്രമം, അതിനെ നിലനിർത്തുന്നത് ഗൃഹസ്ഥാശ്രമികളാണ്. ഗൃഹസ്ഥാശ്രമികൾ മാറിക്കഴിഞ്ഞാൽ സന്യാസാശ്രമം താഴേക്ക് നിബന്ധിക്കും. അതിന് ആധാരമായി താങ്ങും തണലുമായി വർത്തിക്കുന്നത് ഗൃഹസ്ഥാശ്രമികളാണ്. ഭാരതത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സന്യാസ വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ അതിന് അറ്റം കാണാൻ കഴിയില്ല. അത്ര വിസ്തൃതമാണ്, അത്ര വ്യാപകമാണ്. അനേകായിരം സമ്പ്രദായങ്ങൾ. ഇപ്പൊ ശിവഗിരി സന്യാസ പരമ്പര എന്നുള്ളതൊരു സമ്പ്രദായമാണ്. അതേപോലെ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ അനേകായിരം സമ്പ്രദായങ്ങളുടെ ലക്ഷക്കണക്കിന് സന്യാസിമാർ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആശ്രമങ്ങളിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത്രയും ആശ്രമങ്ങളും ഇത്രയും സന്യാസിമാരും ഇത്രയും ധാർമ്മിക പ്രവർത്തനങ്ങളും എങ്ങനെ മുന്നോട്ട് പോകുന്നു? അത് ഗൃഹസ്ഥാശ്രമികളുടെ ശ്രദ്ധാ സമർപ്പണങ്ങൾ കൊണ്ട് മാത്രമാണ്. നോക്കൂ, സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനമായ രണ്ട് ആശ്രമങ്ങൾ, ബ്രഹ്മചര്യ ആശ്രമത്തെയും സന്യാസാശ്രമത്തെയും താങ്ങി നിർത്തുന്നത് ഗൃഹസ്ഥാശ്രമികളാണെന്ന് സ്പഷ്ടം. അതുകൊണ്ടാണ് ഗുരുദേവൻ ഈ 211 ശ്ലോകത്തിൽ പറയുന്നത്, ഗൃഹസ്ഥാശ്രമിക്ക് ശ്രദ്ധാവത് പര്യവേക്ഷണെ. ഗൃഹസ്ഥാശ്രമി തന്റെ ധർമ്മത്തെ നല്ല രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് കേവലം തനിക്ക് മാത്രമല്ല ഗുണകരങ്ങളായി തീരുന്നത്, പിന്നെയോ ബ്രഹ്മചര്യം സന്യാസം ച ഉഭൗഭൂയ ശ്രേയസ്കരോ അവതിഷ്ഠേത എന്ന് പറഞ്ഞിരിക്കുന്നു. അവതിഷ്ഠതേ, ബ്രഹ്മചര്യാശ്രമത്തിനും സന്യാസാശ്രമത്തിനും കൂടി അത് ശ്രേയസ്കരമായിട്ട് മാറുന്നു എന്ന് പറയും. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ ഒരു ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ബ്രഹ്മചര്യാശ്രമം സന്യാസാശ്രമത്തിൽ അതിൻ്റെതായ കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ഒരു സമൂഹത്തിൽ വലിയ ഹിതകരമല്ലാത്ത പരിവർത്തനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഈ ആശയത്തെ ഒന്നും കൂടി വിസ്തൃതമായിട്ട് പറയുകയാണ് 212 ശ്ലോകം, അടുത്ത ശ്ലോകം. രാജാധികാരോ ധർമ്മശ്ച ലോക സംസ്ഥിതിരേവ ച പൗരോ ഗൃഹിണീ വർത്തന്തെ സർവാധാരസ്തദോ ഗൃഹീ. ഊർജലം. രാജാധികാരോ ധർമ്മശ്ച ലോക സംസ്ഥിതിരേവ ച പൗരോ ഗൃഹിണീ വർത്തന്തെ സർവാധാരസ്തദോ ഗൃഹീ. ആശയം ഇത്രയാണ്. രാജാധികാരഃ ധർമ്മഃ ച ലോക സംസ്ഥിതി ഏവ ച ഗൃഹിണി പൗരോ വർത്തന്തി. രാജാധികാരം, രാജാധികാരം എന്ന് പറഞ്ഞാൽ ഭരണവ്യവസ്ഥിതി, അതേപോലെ ധർമ്മം, അതേപോലെ ലോക സംസ്ഥിതി, ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ആരിലാണ്? ഗൃഹസ്ഥാശ്രമിയായ ഒരു പൗരനിലാണ് കുടികൊള്ളുന്നത്. തതഃ, അതുകൊണ്ട് എന്തു പറയുന്നു? സർവാധാര ഗൃഹി, നമ്മൾ നേരത്തെ പറഞ്ഞ ആശ്രയം,
എല്ലാവർക്കും ആധാരമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ്, ഗൃഹസ്ഥാശ്രമിയാണ് എന്ന് ഗുരുദേവൻ 212 ഈ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ ധർമ്മത്തെ നിലനിർത്തുന്ന രണ്ട് ഘടകങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ധർമ്മം ലോകത്തുണ്ടെങ്കിലും ആ ധർമ്മത്തെ മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യന്റെ ജീവിതവുമായിട്ട് ചേർത്ത് നിർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ഒന്ന് അനുഷ്ഠാനമാണ്. ധർമ്മത്തെ ഒരു സമൂഹത്തിലെ 100% പേരും ധർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ധർമാനുഷ്ഠാന തത്പരരായി കഴിഞ്ഞാൽ ആ സമൂഹത്തില് ധർമ്മം നിലനിൽക്കും. 100% ആളുകളും ധാർമ്മികരായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോലീസിന്റെയോ കോടതിയുടെയോ എന്തിൻ്റെങ്കിലും ആവശ്യമുണ്ട്? എന്തൊരു ഭരണത്തിന്റെ പോലും ആവശ്യമുണ്ട്? ഒന്നിന്റെ ആവശ്യമില്ല. കാരണം എല്ലാ ജനങ്ങൾക്കും അറിയാം ഏത് കർമ്മങ്ങളെ ആചരിക്കണം, ഏതേത് കർമ്മങ്ങളെ ആചരിക്കരുത് എന്നറിയാം. പക്ഷെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ഒരു കാലത്തും അങ്ങനെ സംഭവിക്കില്ല. സമൂഹത്തിലെ 100% ആളുകളും നല്ല ആളുകളായിട്ട് നടക്കുന്നു എന്നുള്ളത് ഒരു കാലത്ത് സംഭവിക്കില്ല. സ്വാമി തൃപ്പാദങ്ങൾ തിരുവവതാരം ചെയ്ത കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ എത്രമാത്രം അധർമ്മം നടമാടിയെന്ന് നമുക്കറിയാൻ സാധിക്കും. അധർമ്മത്തിന്റെ ഏറ്റവും ബീഭത്സമായ മുഖം, ഏറ്റവും ഭീകരമായ മുഖം. മനുഷ്യനായി ജീവിക്കാൻ ഒട്ടും സാധിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പാടിലും ദുരിതത്തിലും കഴിഞ്ഞ ഒരു സാഹചര്യം. നമുക്ക് സാക്ഷാൽ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ അവതരിച്ച കാലഘട്ടത്തിൽ പോലും അധർമ്മികളായ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പുറത്ത്. ഇനി രാമൻ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ, രാമൻ അവതാരം ചെയ്തിട്ടുണ്ട്. ആ രാമന്റെ കാലഘട്ടത്തിൽ അപ്പുറത്ത് രാവണൻ ഉണ്ടായിരുന്നു. കൃഷ്ണന്റെ കാലഘട്ടത്തിൽ ഒരുപാട് പൂതന, ജരാസന്ധൻ തുടങ്ങി ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത അധാർമികളുണ്ടായിരുന്നു. അപ്പൊ ഏത് കാലഘട്ടത്തിലും സമൂഹത്തിൽ 100% ആളുകളും ധർമ്മമാർഗത്തിൽ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായില്ല. അപ്പൊ ഇവിടെ ധർമ്മം നിലനിൽക്കണമെങ്കിൽ ഒന്നുകിൽ 100% ആളുകളും സദ്വൃത്തരായി തീർന്ന് ധർമ്മത്തെ അനുഷ്ഠിക്കാം. അത് സാധിക്കില്ല. അപ്പൊ അത് സാധിക്കാത്ത പക്ഷവും ധർമ്മം നിലനിൽക്കണം. ആ ധർമ്മം നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? ശക്തമായ ഭരണവ്യവസ്ഥിതി വേണം. ആ ധർമ്മത്തിന് അനുസരിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തമായ ഭരണം ഉണ്ടെങ്കിലും ധർമ്മം നിലനിൽക്കും. അപ്പൊ ധർമ്മം നിലനിൽക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ ജനങ്ങളും അനുഷ്ഠാന തത്പരതരായി അനുഷ്ഠാനത്തിലേക്ക് വരിക, ധർമ്മ അനുഷ്ഠാനത്തിലേക്ക് വരിക. അത് സാധിക്കില്ല. അപ്പോൾ എന്ത് വേണം? ശക്തമായ ഭരണവ്യവസ്ഥ വേണം. ഞാൻ മുൻപൊരു ക്ലാസ്സിൽ ഈ ആശയത്തെ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നേക്കാം, എങ്കിലും ഞാൻ പറയാം. ഒരു വ്യാപാരി, പഴയകാലം ഒരു വ്യാപാരി അയൽ ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. തന്റെ പക്കൽ ധനമുണ്ട്. അയൽ ഗ്രാമത്തിൽ നിന്ന് സാധന സാമഗ്രികളെ വാങ്ങിച്ച് തിരിച്ച് തന്റെ ഗ്രാമത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തണം. പണ്ടത്തെ കാലത്ത് കാൽനടയായിട്ടാണ് യാത്ര. അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു ഭാണ്ഡമുണ്ട്. ഇങ്ങനെ നടന്നു പോവാണ്. സന്ധ്യാസമയം കഴിഞ്ഞു. ഒരു ഗ്രാമാതിർത്തിയിലെത്തി. എത്തിയ സമയത്ത് അവിടെ കുറെ ചെറുപ്പക്കാരെ കണ്ടു. ആ ചെറുപ്പക്കാരെല്ലാവരും ധർമ്മനിഷ്ഠരാണ്, ധർമ്മത്തെ പാലിക്കുന്നവരാണ്, ജീവിതത്തിൽ ആചാര വിചാര മര്യാദകൾ ഉള്ളവരാണ് എന്ന് കരുതുക. ആ ചെറുപ്പക്കാരെന്ത് പറയും? അല്ലയോ മഹാത്മാവേ, സമയം സന്ധ്യ കഴിഞ്ഞു, അങ്ങനെ സഞ്ചരിക്കണ്ട. അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് താമസിച്ച് നാളെ പോകാം. നാളെ ഞങ്ങള് അങ്ങേ അടുത്ത ഗ്രാമത്തിലേക്ക് അങ്ങേക്ക് എത്തിച്ചേരാനുള്ള വ്യവസ്ഥ ഞങ്ങൾ ചെയ്തു തരാം എന്നവര് പറയും. എപ്പോൾ പറയും? അവര് ധർമ്മ അനുഷ്ഠാന തത്പരരാണെങ്കിൽ. അപ്പൊ നോക്കൂ, അവിടെ ധർമ്മം നിലനിൽക്കുകയാണ്. ഒരു വയോവൃദ്ധൻ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ധർമ്മം അവിടെ നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? ആ ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങൾ ഉള്ളത് കൊണ്ട്. ഇനി ചിന്തിക്കൂ, ഇതേ സാഹചര്യം തന്നെ. ഇതേ സാഹചര്യത്തിൽ അദ്ദേഹം സന്ധ്യാസമയത്ത് എത്തിപ്പെടുന്നു. പക്ഷെ ആ ചെറുപ്പക്കാർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള ചെറുപ്പക്കാരല്ല. അവര് മോഷ്ടാക്കളാണ്, അക്രമികളാണ്, അധാർമികളാണ് എന്ന് കരുതുക. ചെറുപ്പക്കാർക്ക് ഉറപ്പായിട്ട് മനസ്സിലായി ഇദ്ദേഹം ഒരു വ്യാപാരിയാണ്. അയൽഗ്രാമത്തിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിശ്ചയമായിട്ട് ഈ ഭാണ്ഡത്തിൽ പണം ഉണ്ടാകും.
സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാകും. ഇദ്ദേഹത്തെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ ആ പണം ഞങ്ങൾക്ക് എടുക്കാം എന്നവർ കരുതുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. കാരണം എന്താണ്? അവർ മോഷ്ടാക്കളാണ്, അക്രമികളാണ്, അധാർമികളാണ്. പക്ഷേ അവർക്കറിയാം, ഞങ്ങൾ ഇദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചാലോ ഇദ്ദേഹത്തിന്റെ ധനം അപഹരിക്കാൻ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും കഠിനമായ ശിക്ഷ ലഭിക്കും. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്ത അത്തരം ഭീകരമായ ശിക്ഷ ലഭിക്കും. കാരണം എന്താണ്? ഇവിടെ അതിശക്തമായ ഒരു ഭരണമുണ്ട്. തെറ്റ് ചെയ്താൽ കഠിനമായി ശിക്ഷിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥ ഇവിടെയുണ്ട്. അതുകൊണ്ട് ആ ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്താൽ ഇവര് അധാർമികളാണെങ്കിൽ കൂടിയും അധർമ്മത്തിലേക്ക് പോകില്ല. അപ്പൊ നോക്കൂ, ഒരു വ്യവസ്ഥ, ഒരു ശിക്ഷയെക്കുറിച്ച്, ഒരു ഭരണത്തെക്കുറിച്ചുള്ള ഭയത്താൽ പോലും ജനങ്ങള് അധർമ്മത്തിലേക്ക് പോകാതെ ധർമ്മത്തിന് വിധേയപ്പെട്ട് നിൽക്കേണ്ടി വരും, അധർമ്മികളാണെങ്കിൽ കൂടി. അപ്പോൾ നമുക്ക് ഇതിലൂടെ, ഈ ചെറിയൊരു കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ഈ ചെറിയൊരു ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, രണ്ട് സ്തംഭങ്ങൾ, രണ്ട് കാര്യങ്ങളാണ് ധർമ്മ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത്. ഒന്ന് ധർമാനുഷ്ഠാനമാണ്, ഒന്ന് ശക്തമായ ഭരണമാണ്. ആ ഭരണത്തിന്റെ സ്വഭാവം ആരും അറിയും. അത് രാജഭരണമായിരിക്കാം. ചില ആൾക്കാർ പറയുന്നു പഴയ കാലത്ത് രാജഭരണം, ഇന്ന് ജനാധിപത്യം. അങ്ങനെയില്ല. കാരണം ഇന്നും രാജഭരണമുണ്ട്. ഭരണത്തിന്റെ വ്യവസ്ഥിതി ഇങ്ങനെ മാറി മാറി പറയും. അത് ആ വ്യവസ്ഥിതി എന്താണ്? ആ രൂപം, ആ ഭാവം, ഒന്നിക്കൽ അത് രാജഭരണമായിരിക്കാം, അല്ലെങ്കിൽ ജനാധിപത്യമായിരിക്കാം, അതിൽ എന്തെങ്കിലും ആയിരിക്കാം. എങ്കിലും ഒരു ഭരണം ഉണ്ടാകും. സമൂഹത്തെ ഒരു വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണ സിസ്റ്റം എന്തായാലും ഉണ്ടാകും. അതില്ലാതിരിക്കില്ല. ഗുരു പറയുന്നു, ആ ഭരണ സിസ്റ്റം, രാജാധികാരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ആ രാജാധികാരം എന്നുള്ള വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഭരണം. ആ ഭരണ സിസ്റ്റവും ആ ഭരണത്തിലൂടെ ഉണ്ടാകുന്ന ലോക സംസ്ഥിതി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നിലനിൽപ്പ്. ആ ലോകത്തിന്റെ നിലനിൽപ്പും എല്ലാം തന്നെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഗൃഹസ്ഥാശ്രമിയെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം ഗൃഹസ്ഥാശ്രമിയാണ് ഭരണചക്രം തിരിക്കുന്നത്. ആ ഗൃഹസ്ഥാശ്രമ ധർമ്മം ഇല്ലെങ്കിൽ എങ്ങനെ ഇവിടെ ഭരണം നടമാടും? കാരണം സന്യാസി എന്ന് പറഞ്ഞാൽ സർവസംഘ പരിത്യാഗിയായി ധർമ്മ ആചരണ പ്രചരണങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇനി കാലഘട്ടം ആവശ്യപ്പെട്ടാൽ ഏത് സന്യാസിക്കും ഏത് ആശ്രമ ധർമ്മത്തെയും രക്ഷിക്കാൻ വേണ്ടി ഏത് റോളും സ്വീകരിക്കും. അത് വേറെ വശം. പക്ഷെ എങ്കിലും സന്യാസിമാർ പൊതുവെ ഇവിടെ ഒരു ഭരണ സിസ്റ്റത്തെ നിലനിർത്താൻ പ്രയത്നിക്കുന്ന ആളുകളല്ല, മറിച്ച് ധർമാചരണത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഭരണവും നടക്കണം, വ്യവസ്ഥാപിതമായ ഭരണവും നടക്കണം. ആ വ്യവസ്ഥാപിതമായ ഭരണം ആര് ചെയ്യുന്നു? ഗൃഹസ്ഥാശ്രമികൾ ചെയ്യും. ഒരു ഗൃഹസ്ഥാശ്രമിയുടെ കർത്തവ്യമാണ് രാജാധികാരം, ഭരണം. അപ്പൊ നമുക്ക് എത്ര വലിയ വിശാലമായ ഒരു ഉത്തരവാദിത്തമാണ് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ രാജഭരണത്തിലൂടെ ലോകത്തിന്റെ സംസ്കൃതിയെ, ധർമ്മത്തിന്റെ നിലനിൽപ്പിനെ ഉണ്ടാകുന്നു എന്ന് ഇവിടെ ഗുരു പറയുന്നു. ഇവിടെ ഗുരു രാജാധികാരം എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് ഭരണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇന്നത്തെ കാലത്ത് അത് ജനാധിപത്യം എന്ന് പറയുന്നു. പക്ഷെ ജനാധിപത്യത്തിന്റെ ഈ ഒരു, നമുക്ക് ലോകത്തിലെ വ്യത്യസ്തമായ രാജഭരണം, ജനാധിപത്യം തുടങ്ങിയ വ്യത്യസ്തമായ ഭരണ രീതികളൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് വലിയ വലിയ രാജാക്കന്മാരുണ്ടായിരുന്നു ലോകത്തിന് അടക്കി ഭരിച്ച എത്രയോ രാജാക്കന്മാരുണ്ടായിരുന്നു, ഭാരതത്തിലുണ്ടായിരുന്നു. പക്ഷെ ലോകത്തുള്ള മറ്റ് ഏകാധിപതികൾ, രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരതീയ രാജാക്കന്മാർക്ക് വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രത്യേകത? ഭാരതീയ രാജാക്കന്മാർ അവർ രാജ്യത്തെ ഭരിച്ചിരുന്നത് ധർമ്മത്തെ മുൻനിർത്തിയായിരുന്നു, ധർമ്മത്തെ അനുസന്ധാനം ചെയ്തിട്ടായിരുന്നു. നമുക്ക് ഇതിന് ചില എക്സെപ്ഷൻസും ഉണ്ട്, അപവാദങ്ങളും ഉണ്ട്. ജനങ്ങളെ തീർത്തും ദ്രോഹിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും പൊതുവെ സാമാന്യമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ധർമ്മ വ്യവസ്ഥിതിയെ, ധർമ്മത്തെ മുൻനിർത്തിയാണ് ഭാരതീയ രാജാക്കന്മാർ പലപ്പോഴും രാജഭരണം നടത്തിയിട്ടുള്ളത്. അവർ ധർമ്മത്തിന് വേണ്ടി രാജഭരണത്തെ പോലും ഉപേക്ഷിച്ച സംഭവങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഒരു ചെറിയ പക്ഷിക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായും തന്നെ മാംസം കൊടുത്ത രാജാവിനെ കുറിച്ച് അറിയാം. സത്യത്തെ പരിപാലിക്കാൻ വേണ്ടി സർവസ്വവും പരിത്യജിച്ച രാജാക്കന്മാരെ കുറിച്ച് അറിയാം. അച്ഛന്റെ വാക്കിനെ നിറവേറ്റാൻ വേണ്ടി രാജ്യാധികാരം ഉപേക്ഷിച്ച് അടുത്ത ദിവസം പട്ടാഭിഷേകമാണ്, രാജാവായിട്ട് നിയമിക്കുക. എന്നാൽ അതിനെപ്പോലും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഇറങ്ങിയ രാജാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് അവർ രാജ്യം ഭരിക്കുന്നത്. ആ ധർമ്മത്തെ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ആ രാജ്യഭരണത്തെ ഉപേക്ഷിക്കും.
പക്ഷെ ഇങ്ങനെ ഒരു രാജഭരണമാണെങ്കിൽ കൂടിയും ആ രാജഭരണത്തിലും നമ്മൾ ഇന്ന് കാണുന്ന ജനാധിപത്യത്തിന്റെ ഒരു മനോഹരമായ പല വശങ്ങളും നമുക്ക് പ്രാചീന രാജഭരണത്തിൽ കാണാൻ സാധിക്കും. ഈ രാജഭരണത്തിലും ജനാധിപത്യത്തിലും ഒരു അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം എന്നുള്ളത്, ജനാധിപത്യത്തിൽ ഒരു വ്യക്തി തെരഞ്ഞെടുക്കപ്പെട്ടു ഭരണാധികാരിയായിട്ട് തീർന്നു. ആ തെരഞ്ഞെടുക്കപ്പെട്ട് ഭരണാധികാരിയായിട്ട് തീർന്ന ആ വ്യക്തിക്ക് അറിയാം തനിക്ക് നിശ്ചിത കാലഘട്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ നിശ്ചിത കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി സ്വാർത്ഥമതിയാണെങ്കിൽ തന്റെ കാലഘട്ടം പൂർത്തിയാകുന്നതിന് മുമ്പ് പരമാവധി പ്രയോജനമെടുക്കാൻ നോക്കും ഈ ഒരു പോസ്റ്റിൽ നിന്ന്, ഈ ഒരു പദവിയിലൂടെ. പക്ഷെ രാജാവിന് അങ്ങനെ പ്രയോജനം എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? രാജാവിന് ഒരു പ്രത്യേക കാലഘട്ടം വരെ ഇന്ന് നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് രാജാവിന് ഒന്നും എവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. കാരണം ആ രാജ്യം മുഴുവൻ രാജാവിൻ്റെതാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു സ്വത്തിനെ അപഹരിക്കുന്നത്? നമ്മുടേതല്ലാത്ത സ്വത്തിനെല്ലാം അഭിനയിക്കും. എന്റെ പേഴ്സിൽ 1000 രൂപയുണ്ട്, ആ 1000 രൂപ ഞാൻ അടിച്ചു മാറ്റുമോ? എടുക്കോ? ഇല്ലല്ലോ. കാരണം എന്റെ സ്വത്ത് തന്നെയാണ്. അപ്പൊ എന്റെ സ്വത്തല്ല, ഈ കാണുന്നൊന്നും എന്റെ സ്വത്തല്ല എന്നുള്ള തോന്നൽ നിന്ന് അതിനെ അപഹരിക്കാൻ ശ്രമിക്കുന്നു. രാജാവിനെ സംബന്ധിച്ച് രാജ്യം മുഴുവൻ രാജാവിന് സ്വത്താണ്. അതുകൊണ്ട് രാജാവിന് അഴിമതി ചെയ്യേണ്ട കാര്യമില്ല, അപഹരിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വത്ത് തന്നെയാണല്ലോ. അതുകൊണ്ട് വളരെ പ്രാചീനങ്ങളായ വേദങ്ങൾ, പ്രത്യേകിച്ച് അഥർവ വേദത്തില് ചില മന്ത്രങ്ങൾ വരുന്നുണ്ട്. ആ മന്ത്രം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം. തം സഭാച്ച സമിതിശ്ച സേനാച്ച സഭ്യസഭ്യാമേ പാഹി യേച്ച സഭ്യ സഭാ സദഹ. ഇത് പ്രാചീന സംസ്കൃത ശൈലിയാണ്, വളരെ പ്രാചീനമായ ശ്ലോകമാണ്. അപ്പൊ ഈ ശ്ലോകത്തിന്റെ താല്പര്യം ഇങ്ങനെയാണ്: രാജാവ് എപ്പോഴും രാജ്യം ഭരിക്കുന്നത് ഒരു സഭയെ മുൻനിർത്തിയാണ്. ആ സഭയിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകും. മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അടങ്ങി ആ സഭയുടെ സഭാധിപതിയാണ് രാജാവ്. സഭാപതിയായ രാജാവ് ആ സഭയിലൂടെ ഭരണത്തെ ചെയ്യുന്നു. അപ്പൊ പറയുന്നു, രാജാവിന്റെ അധീനതയിലാണ് ഈ സഭ വരുന്നത്. അടുത്ത വഴിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ, സഭയുടെ അധീനതയിൽ ഈ രാജാവും വരുന്നു പറയുന്നു. രാജാവ് ഒന്നിനും അധീനമാകാതെ എല്ലാത്തിനും മുകളിലാന്ന് പറയുന്നില്ല. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അടങ്ങിയ ഒരു സഭ, ആ സഭയുടെ അധിപതിയാണ് രാജാവ്. രാജാവിന്റെ അധീനതയിൽ ആ സഭ വരുന്നു. അടുത്ത വരി പറയുന്നു, ഈ സഭയുടെ അധീനതയിൽ രാജാവ് വരുന്നു എന്ന് പറയുന്നു. വീണ്ടും അടുത്ത വരിയുടെ താല്പര്യം, രാജാവിന്റെയും സഭയുടെയും അധീനതയിലാണ് ആ നാട്ടിലെ പ്രജകൾ വരുന്നത് എന്ന് പറയും. തൊട്ടടുത്ത വരിക്ക് വളരെ മനോഹരമായിട്ട് പറയുന്നു, പ്രജകളുടെ അധീനതയിലാണ് രാജാവും സഭയും വരുന്നത്. പ്രജകളുടെ അധീനതയിൽ രാജാവും സഭയും വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജനാധിപത്യത്തിന്റെ സ്ഫുലിംഗനങ്ങൾ വന്നു. തീർത്തും ജനാധിപത്യത്തെ നിരാകരിച്ച ഏകാധിപത്യ ഭരണമായിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്ന് പറയാനും സാധിക്കില്ല. കാരണം രാജാവ് പലപ്പോഴും രാജാവിന്റെ ഇഷ്ടാനുസരണം രാജാവിന് ഭരിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനൊരു പ്രമാണത്തെ മുൻനിർത്തി, ആ പ്രമാണത്തെ ആശ്രയിച്ചാണ് രാജാവ് രാജഭരണത്തെ നടത്തിയിരുന്നത്. ആ പ്രമാണങ്ങളെയാണ് നമ്മൾ സ്മൃതി ഗ്രന്ഥങ്ങളായിട്ട് പറയുന്നത്. നമ്മൾ ധർമ്മം കൃതിയുടെ ആമുഖത്തിൽ സ്മൃതി ശ്രുതി ഭേദങ്ങളെ കുറിച്ച് പഠിച്ചു. എന്താണ് സ്മൃതി ഗ്രന്ഥങ്ങൾ? സ്മൃതി എന്ന് പറഞ്ഞാൽ ശാശ്വതമായിരിക്കുന്ന ശ്രുതിവാക്യങ്ങളെ, സത്യവാക്യങ്ങളെ, അവയെ ജനതയുടെ ജീവിതമാക്കുവാൻ വേണ്ടിയിട്ട് നിയമങ്ങളെയും ജീവിതക്രമങ്ങളെയും ഉപദേശിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളെയാണ് സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ആ സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് രാജാവിന് രാജ്യം ഭരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ തോന്നുന്ന പോലെ രാജ്യം ഭരിച്ചാൽ സഭ രാജാവിനെ ചോദ്യം ചെയ്യും, ജനങ്ങള് രാജാവിനെ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ രാജാവ്, നിങ്ങൾ ഈ പറയുന്ന കാര്യം ഏത് ധർമ്മശാസ്ത്രത്തിലാണ് ഉള്ളത്? ഏത് ധർമ്മശാസ്ത്രത്തിൽ നിന്നാണ് നിങ്ങൾ ഈ പറയുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദ്യം ചെയ്യും. കാരണം നോക്കൂ, ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രജകളുടെ അധീനതയിൽ സഭയും രാജാവും വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് സ്മൃതി ഗ്രന്ഥങ്ങൾ നമുക്കറിയാം. യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി തുടങ്ങിയ ഒരുപാട് സ്മൃതി ഗ്രന്ഥങ്ങൾ. പക്ഷെ ഇടക്കാലത്ത് എന്ത് സംഭവിച്ചു? ഇടക്കാലത്ത് ചില പുരോഹിതന്മാര് അവരുടെ സ്വാധീനം അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി ഈ സ്മൃതി ഗ്രന്ഥങ്ങളിലൂടെ ജാതീയമായ വിവേചനങ്ങൾ ആളിക്കത്തുന്ന നിയമങ്ങൾ കൂട്ടിച്ചേർത്തു. ആ നിയമങ്ങളുടെ ആധാരത്തിൽ രാജാവ് ഭരിക്കാൻ നിർബന്ധിതമായിട്ട് മാറുകയുണ്ടായി. വാസ്തവം നമ്മൾ അധ്യയനം ചെയ്യുന്ന ഈ ഗ്രന്ഥവും ഒരു സ്മൃതി ഗ്രന്ഥമാണ്. ശ്രീനാരായണ ധർമ്മങ്ങൾ, ശ്രീനാരായണ സ്മൃതി എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഗുരുദേവൻ ഇങ്ങനെ ഒരു സ്മൃതി ഗ്രന്ഥത്തെ ചമയ്ക്കാൻ
താല്പര്യപ്പെട്ടത്. കാരണം സ്മൃതി ഗ്രന്ഥങ്ങളാണ് സമൂഹത്തിന്റെ ജീവിതമായിട്ട് മാറുന്നത്, സാമൂഹ്യ ജീവിതമായിട്ട് മാറുന്നത്. ഇപ്പൊ ഹിന്ദു മതത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആചാര വിചാര ജാതീയമായ എല്ലാ പദ്ധതികളെയും ഉണ്ടാക്കിയത് സ്മൃതികളാണ്. നമ്മൾ ആരും ഒരു സ്മൃതിയെയും കണ്ടിട്ടില്ല. ഇപ്പൊ പലരും ഈ അടുത്ത കാലത്ത് പറയുന്നത് കേൾക്കാം നമുക്ക്, മനുസ്മൃതിയെ കത്തിച്ചു കളയണം, അങ്ങനെ ഇങ്ങനെ. ആരുടെ മനുസ്മൃതി കണ്ടു? ഏതെങ്കിലും ഹിന്ദുക്കൾ മനുസ്മൃതി കണ്ടുവോ? അല്ലെങ്കിൽ മനുസ്മൃതിയുടെ ആധാരത്തിലാണോ ഹിന്ദുക്കൾ ജീവിക്കുന്നത്? പലരും അവരുടെ മതഗ്രന്ഥത്തിന്റെ ആധാരത്തിൽ ജീവിക്കുന്നു. ആ മതഗ്രന്ഥം പറയുന്ന നിയമങ്ങളിൽ നിന്ന് അണുകിട മാറുന്നില്ല. മാത്രമല്ല, ആ മതഗ്രന്ഥം ഏത് ആശയത്താണോ പറഞ്ഞത് അത് എന്റെ മതഗ്രന്ഥം പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ആശയത്തെ ചെയ്യും, ആ ആശയത്തെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് പലരും ജീവിക്കുന്നു. പക്ഷെ അതിനൊന്നും ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല, അതിനൊന്നും ആരും എതിർക്കുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ നിലപാട് എപ്പോഴും ഏകപക്ഷീയമാണ്. കംഫർട്ട് സോണിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ നിലപാടിനെ ചെയ്യുന്നത്. എനിക്ക് പരിക്ക് പറ്റാത്ത എല്ലാ നിലപാടും ഞാൻ പറയും. എനിക്ക് പരിക്ക് പറ്റും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മിണ്ടില്ല, ഞാൻ കമാന്നുമുണ്ട്. കാരണം കഴിഞ്ഞൊരു ദിവസം ഒരു കക്ഷി ഞാൻ കണ്ടു, ഒരു സോഷ്യൽ മീഡിയ ഒരു റീൽസിൽ കണ്ടു. റീൽസിൽ ഒരു വാർത്തയുടെ ഇതിൽ കണ്ടതാണ്. മനുസ്മൃതി ഭീകരമാണ്, മനുസ്മൃതി ഭീകരമാണ് എന്ന് പറഞ്ഞ് മനുസ്മൃതി കത്തിച്ചു കളന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുസ്മൃതി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും, ഇനി നമുക്ക് പറയാമെങ്കിൽ ഏതെങ്കിലും ഹിന്ദു വിശ്വാസി മനുസ്മൃതിയുടെ ആധാരത്തിലാണ് ജീവിക്കുന്നത്? അത് മനുസ്മൃതി പോയിട്ട് ഒരു സ്മൃതി അറിയില്ല, ഒരു ഗ്രന്ഥമല്ല, ഒന്നും അറിയില്ല. ഈ ശ്രീനാരായണ ധർമ്മം എന്നുള്ള കൃതി തന്നെ എത്ര ഗുരുഭക്തർക്ക് അറിയാം? ഞാനൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഹോമമന്ത്രത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഹോമമന്ത്രം എന്നുള്ള സംഭവം പോലും ഗുരു എഴുതിയിട്ടുണ്ടെന്ന് ചില ആളുകൾ ആ സ്ഥലത്ത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഗുരുവിന്റെ കൃതികൾ പോലും പൂർണ്ണമായിട്ട് നമുക്ക് ഗുരു ഭക്തരായിരിക്കുന്ന സമൂഹത്തിന് പോലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? കാരണം ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൃതിയുടെ ആധാരത്തിൽ ജീവിക്കുന്ന ആളുകളല്ല. കൃതിയുടെ ആധാരം തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷെ മറ്റ് സെമിറ്റിക് മതങ്ങളിൽ കാണുന്ന പോലെ ഒരു ഗ്രന്ഥത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമല്ല ഹിന്ദു സമൂഹം. ഒരിക്കലും അങ്ങനെ ഹിന്ദു സമൂഹത്തിന് സാധിക്കില്ല. കാരണം അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം ഉള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഒരു സ്വാധീനവും ചെലുത്താത്ത, എന്നെ തള്ളിക്കളഞ്ഞ, ആരും വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത മനുസ്മൃതി എന്ത് ഭീകരതയാണ് ഉണ്ടാക്കുന്നത്? പക്ഷെ എങ്കിൽ കൂടി ചിന്തിക്കുക, നമ്മുടെ ജീവിതമായിട്ട് തീർന്നിരിക്കുന്നത് സ്മൃതികളുടെ സ്വാധീനമാണ്. നമ്മുടെ വിശ്വാസമായിട്ട് ഈ ജാതിപരമായ വിവേചനങ്ങൾ, ജാതിപരമായ വിവേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വലിയ ജാതിയാണ്, ഞാൻ ചെറിയ ജാതിയാണ് എന്ന ഉച്ചനീചിത്വ കൽപ്പനകളെ ഉണ്ടാക്കിയത് സ്മൃതികളാണ്. ഈ ജാതിയും ഗോത്രങ്ങളും ഒക്കെ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ഭാവത്തിലൊക്കെ സമൂഹത്തിൽ എല്ലാ കാലവും നിലനിൽക്കും. നമ്മൾ ഒരു ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കിയാൽ അത് മറ്റൊരു വ്യവസ്ഥയിലേക്ക് വരും. പണ്ട് കാലത്ത് ജന്മിത്വ വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികൾ സംഘടിച്ചു, ശക്തമായിട്ട് പ്രതിഷേധിച്ചു, സമരങ്ങൾ നടത്തി. ഇപ്പൊ ജന്മിത്വം ഇല്ലാതായിട്ട് എന്ത് സംഭവിച്ചു? ഈ സമരം നടത്തിയ രാഷ്ട്രീയക്കാർ തന്നെ മറ്റ് ജന്മികളായിട്ട് മാറി. സമരം നടത്തിയ രാഷ്ട്രീയക്കാരെ പേടിച്ചു നിന്ന് സാധാരണ ജനങ്ങൾ കഴിയേണ്ടി വന്നു. പണ്ടത്തെ കാലത്ത് മാടമ്പിമാരെ തമ്പുരാക്കന്മാരാകുന്ന ജന്മിമാരെ പേടിച്ച് സാധാരണ ജനങ്ങൾ കഴിഞ്ഞു. ഇന്നോ രാഷ്ട്രീയക്കാരെ പേടിച്ച് ജനങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഈ ജന്മിത്വ വ്യവസ്ഥിതി ഏതെങ്കിലും രൂപത്തിൽ ഇന്നും ഉണ്ട്. വ്യവസ്ഥിതികൾ എല്ലാ കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് ജാതികളോ ഗോത്രങ്ങളോ ഇല്ലാതാക്കിയാൽ അവ വേറെ രൂപവും ഭാവവും കൊണ്ട് വീണ്ടും വരും. ഇല്ലാതാക്കേണ്ടത് എന്തിനെയാണ്? ഇല്ലാതാക്കേണ്ടത് ഉച്ചനീചത്വ കൽപ്പനകളെയാണ്. നീ വലിയവനാണ്, ഞാൻ താഴ്ന്നവനാണ്, നീ വലിയവനാണ്, ഞാൻ താഴ്ന്നവനാണ്. ഈ ഉച്ചനീചത്വ കൽപ്പനയാണ് ഇല്ലാതാക്കി മാറ്റേണ്ടത്. ഈ ഉച്ചനീചത്വ കൽപ്പനകളെ കത്തിച്ചത് എന്താണ്? കത്തിച്ചത് സ്മൃതികളാണ്, സ്മൃതി വാക്യങ്ങളാണ്. അത്തരത്തിലുള്ള വാചകങ്ങളെ ഈ ഗ്രന്ഥത്തിലൂടെ എഴുതപ്പെട്ടു. അപ്പൊ ആ ഗ്രന്ഥത്തെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന രാജാവിന് അത്തരം നിയമങ്ങളെ, ആശയങ്ങളെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടി വന്നു. ഇതാണ് ധർമ്മമെന്ന് കരുതി അതിനെ പാലിക്കാൻ വേണ്ടി ജനങ്ങളെ നിർദ്ദേശിച്ചു. സ്വാമി തൃപ്പാദങ്ങളുടെ കാലഘട്ടം, ആ ഒരു സമയത്ത് കേരളത്തിൽ നാട്ടുരാജാക്കന്മാർ ശക്തമായിരുന്നു. അതിനു മുമ്പേ അതിശക്തരായ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പലരുടെയും മഹിമകൾ കേൾക്കുന്നു. ഓ, ആ നാട്ടുരാജ്യം വളരെ ഗംഭീരമായിരുന്നു, ആ രാജാവ് ശക്തനായിരുന്നു എന്നൊക്കെ പലരുടെയും മഹിമകൾ കേൾക്കാൻ സാധിക്കും. അധർമ്മത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു, ധർമ്മത്തിനു വേണ്ടി വലിയ സമരങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഈ വീരശൂര പരാക്രമികളായ രാജാക്കന്മാർ എന്തുകൊണ്ട്
അവരുടെ മുമ്പിൽ നടമാടിയിരുന്ന ജാതി വിവേചനം എന്ന് പറയുന്ന ഈ കൊടിയ അധർമ്മത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്തത്. ശക്തൻ നമ്പുരാന്റെ ശക്തൻ നമ്പുരാന്റെ കഥകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും വധിച്ചു കളയും. കാരണം രാജ്യത്ത് തെറ്റേ ചെയ്യാൻ പാടില്ല ആരും, ഒരു പ്രകാരത്തിലും ഒരു തെറ്റും ചെയ്യരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് കടുത്ത നടപടികൾ എടുത്തതായിട്ട് അദ്ദേഹത്തിന് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതേപോലെ രാജാക്കന്മാർ പൊതുവെ അങ്ങനെ തന്നെയാണ്, ശത്രുക്കൾക്കെതിരെ യാതൊരു ദയാദാക്ഷിണ്യം കാണിച്ചിരുന്നില്ല. അപ്പൊ ഇത്തരം വീരശൂര പരാക്രമികളും നീതിമാന്മാരും ന്യായത്തെ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി നിയുക്തരായിട്ടിരിക്കുന്ന ഇവര് എന്തുകൊണ്ട് ഇവരുടെ മുമ്പിൽ നടമാടിയ കൊടിയ വിവേചനം, മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, സമുദായത്തെ ഏറ്റവും നികൃഷ്ടമായി കണ്ട് അവരെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി അവരെ ചവിട്ടി അരിച്ച് അവരുടെ മുകളിൽ മേധാവിത്വം പൂണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ അനീതി എന്തുകൊണ്ട് രാജകന്മാർ എതിർത്തിരുന്നില്ല? കാരണം അവരെ സംബന്ധിച്ച് അത് അനീതിയായിട്ട് തോന്നുന്നില്ല, അത് ധർമ്മമായിട്ട് തോന്നുന്നു. ഇതൊക്കെ ധർമ്മമാണ്, ഇതൊക്കെ സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ചാതുർവർണ്ണയവും ആ വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ നിലനിൽപ്പും ആ വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ പരിപാലനവുമാണ് തന്റെ കർത്തവ്യമെന്ന് രാജാവ് കരുതിയിരുന്നു. അതുകൊണ്ട് രാജാവ് തന്നെയാണ് ഈ ചാതുർവർണ്ണത്തെ രൂക്ഷമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. കാരണം അതിനെ നിലനിർത്താൻ വേണ്ടി ഇതാണ് വർണ്ണാശ്രമ ധർമ്മം, അതുകൊണ്ട് ഇതിനെ പരിപാലിച്ച് സംരക്ഷിക്കണമെന്ന് രാജാവ് തീരുമാനിച്ചു. അപ്പൊ രാജാവിന് അങ്ങനെ തീരുമാനിക്കാൻ കാരണമായത് എന്താണ്? ഈ വർണ്ണാശ്രമ ധർമ്മത്തെ രേഖപ്പെടുത്തിയ, എഴുതിയ, പ്രമാണവൽക്കരിച്ച സ്മൃതി ഗ്രന്ഥങ്ങൾ കൊണ്ടാണ്. അങ്ങനെയുള്ള സ്മൃതി ഗ്രന്ഥങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഇപ്പൊ ശാങ്കര സ്മൃതി എന്നൊരു സ്മൃതി ഗ്രന്ഥമുണ്ട് കേരളത്തിൽ. ആ ശാങ്കര സ്മൃതി ആധാരമാക്കിയാണ് പണ്ട് കാലത്ത് രാജകന്മാരൊക്കെ രാജ്യം ഭരിച്ചിരുന്നത്, കേരളീയ നാട്ടുരാജകന്മാർ. അപ്പൊ അത്തരത്തിലുള്ള അത് പിന്നീട് പണ്ഡിത സമൂഹം എന്ത് ചെയ്തു? ഈ ശാങ്കര സ്മൃതിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അങ്ങനെ സ്മൃതി ഗ്രന്ഥങ്ങൾ എല്ലാ കാലത്തും ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ വലിയ രീതിയിൽ സ്വാധീനം ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അവസരത്തിലാണ് ഗുരുദേവൻ ഭാവിയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ സ്മൃതി ഗ്രന്ഥങ്ങൾ സ്വാധീനം ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ സ്മൃതി സ്വാധീനം ചെയ്യട്ടെ എന്ന് കരുതി ചാതുർവർണ്ണത്തിൽ വർണ്ണ വ്യവസ്ഥിതിയെ മാറ്റി സനാതന ധർമ്മത്തിന്റെ വികലമായിരിക്കുന്ന പല കാര്യങ്ങളെയും മാറ്റി, സനാതന ധർമ്മത്തിന്റെ മീൻസ് സനാതന ധർമ്മ വ്യവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന വികലമായ പല കാര്യങ്ങളെയും മാറ്റി സനാതന ധർമ്മത്തിന്റെ ഉത്കൃഷ്ടമായ ആശയത്തെ, ധർമ്മങ്ങളെ ധർമ്മ അനുഷ്ഠാനങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു സ്മൃതി ഗ്രന്ഥം ഗുരുദേവൻ ചമച്ചിരിക്കുന്നത്. ഈ സ്മൃതി ഗ്രന്ഥം ക്രമേണ സമൂഹത്തിന്റെ ജീവിതമായിട്ട് മാറും. കാരണം സ്മൃതികൾക്ക് എന്നും സമൂഹത്തിൽ ഒരു സ്വാധീനമുണ്ട്. ഇന്നത്തെ കാലത്ത് മനുസ്മൃതി, അഗ്നികൾക്ക് സ്മൃതി തുടങ്ങിയ സ്മൃതി ഗ്രന്ഥങ്ങൾ ആർക്കും താല്പര്യമില്ല, ആർക്കും അറിയും ചെയ്യില്ല. അപ്പൊ കാലത്തിന് അനുകൂലമാകുന്ന രീതിയിൽ, കാലത്തെ അനുയോജിച്ച രീതിയിൽ ഗുരുദേവൻ സ്മൃതി എഴുതിയിരിക്കുന്നു. അപ്പൊ ആ സ്മൃതി സമൂഹത്തിൽ പ്രചരിതമാകുമ്പോൾ സമൂഹത്തില് മുൻകാലങ്ങളിൽ വന്നു ചേർന്നിരുന്ന മാലിന്യങ്ങൾ മാറുകയും ഏറ്റവും ശ്രേഷ്ഠമായ ആശയങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ പറഞ്ഞു വന്നത്, ധർമ്മ വ്യവസ്ഥിതിയെ ജനങ്ങളുടെ ജീവിതമാക്കി തീർക്കുവാൻ ഒരു ഭരണത്തിന് വലിയ പങ്കുണ്ട്. അങ്ങനെയുള്ള ഭരണകർത്താക്കന്മാർ ആരാണ്? അങ്ങനെയുള്ള ഭരണകർത്താക്കന്മാര് ഗൃഹസ്ഥന്മാരാണെന്ന് പറയാം. അതിശക്തന്മാരായ ഭരണകർത്താക്കന്മാർ ചരിത്രാതീത കാലം മുതൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഗൃഹസ്ഥാശ്രമികളാണ്. അതുകൊണ്ട് ഗുരു പറയുന്നു, തതഃ സർവാധാര ഗൃഹി, എല്ലാറ്റിനും ആധാരമായിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമിയാണെന്ന് പറയാം. ഇപ്പൊ ഗൃഹസ്ഥാശ്രമത്തിന്റെ ഈ സവിശേഷതയെ വീണ്ടും ഒന്ന് പുകഴ്ത്തി പറയുകയാണ് 213 ശ്ലോകത്തിൽ. അധഃസർവേഷ്വാശ്രമേഷു ഗാർഹസ്ഥ്യം തദനുത്തമം തദ് ഗാഹസ് ഇതി സർവേ പ്രശംസന്തി വിദ്വാംസ്തത്വദർശിനഃ. ഒന്നുകൂടി ചൊല്ലാം. അധഃസർവേഷ്വാശ്രമേഷു ഗാർഹസ്ഥ്യം തദനുത്തമം ഇതി സർവേ പ്രശംസന്തി വിദ്വാംസ്തത്വദർശിനഃ. അതുകൊണ്ട് തന്നെ എല്ലാ ആശ്രമങ്ങളിലും വെച്ച്, സർവേഷു ആശ്രമേഷു, എല്ലാ ആശ്രമങ്ങളിലും വെച്ച് അനുത്തമം, ഏറ്റവും ഉത്തമമായിരിക്കുന്നത് എന്താണ്? അത് ഗൃഹസ്ഥാശ്രമമാണെന്ന് പറയുന്നു. ആര് പറയുന്നു? എല്ലാ വിദ്വാൻമാരും, എല്ലാ തത്വദർശനികളും, തത്വസാക്ഷാത്കാരം കിട്ടിയ എല്ലാ വിദ്വാൻമാരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു, ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ് എല്ലാ ആശ്രമധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നു.
അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പറയുന്നു. 214 പറയുന്നു, ഗൃഹസ്ഥാശ്രമധർമാന്യ ജന ജനതാഹ്യവമന്യതേ തസ്യാഗച്ഛത്യധോ ഭൂതി പ്രഭാവോഭ്യുദയോപി ച. യാ ജനതാ ഹി ഗൃഹസ്ഥാശ്രമധർമാൻ അവമന്യതേ തസ്യ ഭൂതി പ്രഭാവ അഭ്യുദയപീച്ച അധഗച്ഛതി എന്ന് പറയും. തസ്യ ഭൂതി പ്രഭാവ അഭ്യുദയോ അപീച്ച അധികച്ചതി. അവന്റെ ഐശ്വര്യങ്ങൾ, അനുഗ്രഹങ്ങള്, അവന്റെ എല്ലാ മേന്മയെല്ലാം നശിച്ചു പോകും, ഇല്ലാതായിട്ട് പോകും. തസ്യ എന്ന് പറയാൻ അവന്റെ എല്ലാ ഭൂതി, എല്ലാ ഐശ്വര്യങ്ങളും, സമ്പത്തും മേന്മയും കീർത്തിയും ഒക്കെ നശിച്ചു പോകും. ആരുടെ നശിച്ചു പോകും? ആരാണോ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ അപമാനിക്കുന്നത്. യാ ജനത, ഏതൊരു ജനതയാണോ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ അപമാനിക്കുന്നത്, ആ ജനതയുടെ സർവ്വ ഐശ്വര്യങ്ങളും നശിച്ചു പോകുന്നു ഗുരു പറയുന്നു. അത് നമ്മൾ ലോകത്തിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും. ഏത് ജനവിഭാഗമാണോ എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട് അധപതിച്ചിരിക്കുന്നത്, അവരുടെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ ത്യാഗം ചെയ്തത് കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ആചരിക്കാതിരിക്കാനാണ് അർത്ഥം. ആചരിക്കാതിരിക്കാന്ന് മാത്രമല്ല, അതിനെ വിരുദ്ധമായിട്ട് ആചരിക്കുക. ഏത് ധർമ്മമാണ് ഒരു ഗൃഹസ്ഥാശ്രമി ആചരിക്കേണ്ടത്, ആ ധർമ്മത്തെ ഒന്നുകിൽ ആചരിക്കാതിരിക്കുന്നതും അപമാനിക്കലാണ്, അല്ലെങ്കിൽ വിരുദ്ധമായി ആചരിക്കുന്നതും അപമാനിക്കലാണ്. ഇപ്രകാരത്തിൽ അപമാനിക്കുന്ന ഒരു ജനതയുടെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പത്തും മേന്മയും നിശ്ചയമായിട്ടും നശിച്ചു പോകുമെന്ന് ഗുരു പറയുന്നു. അപ്പൊ ഇപ്രകാരം ഇത് സമ്യക് വിമർശിയ, അടുത്ത ശ്ലോകത്തിൽ പറയുന്നു 215 ഇത് സമ്യക് വിമർശ്യ ഏതത് നിർവാഹ്യമിതി മതി പ്രസന്നാച്ചേത്. ഇതേപോലെ നല്ല രീതിയിൽ വിചാര വിമർശനം ചെയ്തു ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ കുറിച്ച് നല്ല രീതിയിൽ വിചാര വിമർശനം ചെയ്തു കഴിഞ്ഞാൽ, വിചാര വിമർശനം ചെയ്ത് ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മം ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കി ഒരു വ്യക്തി, ബുദ്ധിയിലൊരു വ്യക്തി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ഗൃഹസ്ഥാശ്രമത്തെ ആചരിക്കുകയും ചെയ്യുന്നു എന്ന് 216 ശ്ലോകത്തിൽ പറയുന്നു. ഇനി തുടർന്ന് 1-2 ശ്ലോകങ്ങളിൽ കൂടി ഇതേപോലെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന്റെ മഹിമകളെ പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ വിവാഹ സംസ്കാരത്തെ കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി തരികയാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു വ്യക്തി എപ്പോഴാണ് ഗൃഹസ്ഥാശ്രമിയായി തീരുന്നത്? ആ വ്യക്തി വിവാഹ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിലാണ്. വിവാഹ സംസ്കാരത്തിലേക്ക് പ്രവേശിച്ച് വിവാഹം ചെയ്തതിനു ശേഷമാണ് ഗൃഹസ്ഥാശ്രമിയായി തീരുന്നത്. ഒരു വ്യക്തിക്ക് ഗൃഹസ്ഥാശ്രമം എന്നുള്ള ടൈറ്റിൽ ലഭിക്കണമെങ്കിൽ വിവാഹ സംസ്കാരം ചെയ്യണം, വിവാഹത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ആ വിവാഹത്തെ കുറിച്ചുള്ള, വിവാഹ സംസ്കാരത്തെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ തുറന്നുള്ള ശ്ലോകങ്ങളിൽ ഗുരു തരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളിൽ? ഒന്ന് പറയുന്നു, ശ്ലോകം 218 വിവാഹം വിനോദത്തിന് വേണ്ടിയല്ല. നമുക്ക് ഈ ആശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ആ പോയിന്റ് മാത്രം പറയുമ്പോൾ ശ്ലോകം 218 പറയുന്നു വിവാഹം വിനോദത്തിന് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നു. ശ്ലോകം 219 പറയുന്നു ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ. ശ്ലോകം 220 പരസ്പര പൊരുത്തം, ഏതൊക്കെ മേഖലയിൽ വധൂവരന്മാര് പരസ്പര പൊരുത്തം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ശ്ലോകം 221 222 ജീവിതത്തിൽ ഒരു നിഷ്ഠയോ വ്യവസ്ഥയോ ഇല്ലാത്ത ഒരാൾ ഒരിക്കലും വിവാഹത്തിന് പുറപ്പെടരുത്. ഭീരുവായ ഒരാൾ, ധൈര്യമില്ലാത്ത ഒരാളും കല്യാണം കഴിക്കരുതെന്ന് പറയും. കല്യാണം കഴിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം എന്നർത്ഥം. ഇനി ശ്ലോകം 225 പറയുന്നു, അവിടെ പുനർവിവാഹത്തിന് ചില നിയമങ്ങളെ പറയുന്നു. ഒരു പുരുഷൻ ഒരു വിവാഹമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ആ പുരുഷന് പുനർവിവാഹമാകാമെന്ന് പറയും. ശ്ലോകം 226 പറയുന്നു പുനർവിവാഹം ഒരിക്കൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വീണ്ടും 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 ചെയ്യരുത്. ഒരു കല്യാണം കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കല്യാണം ചെയ്യരുത്. ഒരിക്കൽ മാത്രമേ പാടുള്ളൂ എന്ന് പറയും. ശ്ലോകം 227 228 പറയുന്നു ആരോഗ്യം അനുരാഗം ച സമപ്രധാനം. ദമ്പതികൾ തമ്മിലുള്ള പ്രേമം, അനുരാഗം,
ആ അനുരാഗവും അതേപോലെ തന്നെ ആരോഗ്യം, അവരുടെ ആരോഗ്യത്തിനും തുല്യ പ്രാധാന്യമുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഗുരുദേവൻ വളരെ പ്രായോഗികമായ ഒരു നിർദ്ദേശം തരുന്നു. ദമ്പതികൾ നിശ്ചയമായിട്ടും എല്ലാ മേഖലയിലുമുള്ള വൈദ്യ പരിശോധന നടത്തിയിരിക്കണം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർക്ക് എല്ലാ മേഖലയിലും ആരോഗ്യമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് വൈദ്യ പരിശോധന നടത്തിയിട്ട് വേണം വിവാഹ സംസ്കാരം ചെയ്യാനെന്ന് വളരെ പ്രായോഗികമായ നിർദ്ദേശം പറയും. ഇനി 229 പറയുന്നു ശുശ്രുതൗ നവദമ്പത്യോഹോ ഗൃഹധർമ്മോപദേശകൗ ഭവേതാം എന്ന് പറയും. ശുശ്രുതൗ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അച്ഛനോ അമ്മയും അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനോ. ഇവിടെ ദിവചനത്തിലായതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ ഭാര്യയുടെ അച്ഛനോ അമ്മയും എടുക്കാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ അച്ഛനോ അമ്മയും എടുക്കാം. ഇവരെന്ത് ചെയ്യണം? നവദമ്പതികൾക്ക് ആ കല്യാണമൊക്കെ കഴിഞ്ഞു, താലിമാലയൊക്കെ ചാർത്തി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വിളിച്ച് അവിടെ ഇരുത്താം. എന്ത് വേണം? ഗൃഹധർമ്മോപദേശകവും ഭവേദാം, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ കുറിച്ച് വിസ്തരിച്ചങ്ങ് പറഞ്ഞു കൊടുക്കണം. ഗൃഹധർമ്മ ഉപദേശകവും, ഉപദേശം ചെയ്യണം. ആ മക്കളെ, ഇന്നിന്ന കാര്യങ്ങളെയാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്, ഇന്നിന്ന കാര്യങ്ങളെയാണ് ധർമ്മമായിട്ട് ആചരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ ശിഷ്യന്മാർക്ക്, ആ മാതാപിതാക്കൾക്ക് എന്ത് വേണം? അവർക്ക് ധർമ്മത്തെക്കുറിച്ചുള്ള, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് വേണം. ഇങ്ങനെ വിവാഹ സംബന്ധിയായിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ ഗുരുദേവൻ തുടർന്നുള്ള ശ്ലോകങ്ങൾ പറയുന്നു. ഈ ഓരോ നിർദ്ദേശത്തെ നമുക്ക് അതാത് ശ്ലോകത്തിന്റെ ആധാരത്തിൽ അടുത്ത ക്ലാസ്സിൽ മനനം ചെയ്യാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ് ഉപസംഹരിക്കുന്നു. ഓം തത്സത്ത്. ശ്രീനാരായണ ഗുരുവാർപ്പണമസ്തു.